നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്യന്തം സങ്കീർണമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങൾ. യുദ്ധം ഉടൻ തീരില്ല എന്ന സൂചനകളാണ് ഇന്ന് പുറത്തു വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കനക്കുന്നു. ലോകത്തിൻ്റെ 1/5 ക്രൂഡ് ഓയിലും കടന്നുപോകുന്ന പ്രധാന സമുദ്രപാതയിൽ ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് ഇറാൻ പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു. ഹോർമുസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു കരാർ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ. ഈ ചർച്ചയിൽ കരാറിൻ്റെ അന്തിമ രൂപം തയ്യാറായിരിക്കുന്നു. എന്നാൽ ഒമാനുമായി ഇറാൻ ധാരണയിലെത്തിയിരിക്കുന്ന കരാറിൽ ഇസ്രയേൽ കപ്പലുകളെ വിലക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ട്രംപ് ഭരണകൂടം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇസ്രയേലും കരാറിനെ എതിർക്കും. ഇതോടെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയുണ്ടാകും. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന പ്രത്യാശയാണ് തുടർച്ചയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാൻ ഇപ്പോൾ പയറ്റുന്നത് തന്ത്രപരമായ ചില നീക്കങ്ങൾ. ഹൂതികളെയും ഇറാഖ്യ മിലിഷ്യകളെയും ഉപയോഗിച്ച് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണങ്ങൾ കനപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒമാനുമായുള്ള കരാർ യാഥാർത്ഥ്യമാക്കി കിട്ടാൻ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇറാന്റെ തന്ത്രം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂതി ആക്രമണം. ദക്ഷിണ സൗദിയിലെ നജ്റാനിലെ ജനവാസ മേഖല ലക്ഷ്യമാക്കിയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഹൂതി ഭീകരർ നടത്തിയ പ്രൊജക്ടൈൽ ആക്രമണത്തിൽ പ്രവാസികളടക്കം 11 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പൊള്ളലേറ്റ സ്ത്രീയും 4 വയസ്സുകാരനും ഉൾപ്പെടെ 7 സൗദി പൗരന്മാർക്കും 2 ഈജിപ്തുകാർക്കും ഒരു പാകിസ്ഥാനിക്കും ഒരു യമൻ പൗരനുമാണ് പരിക്കേറ്റത്. സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഇത്തരം ആക്രമണങ്ങൾ രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്നും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഖ്യസേന ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി വ്യക്തമാക്കി. ഒരു വശത്ത് മേഖലയിൽ നയതന്ത്ര ശ്രമങ്ങൾ ഫലപ്രദമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ സൗദിയുടെ നേർക്ക് ഹൂതികളെ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സഹകരണത്തോടെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സൗദി അറേബ്യ പറയുന്നു. ഹൂതികളും ഇറാഖിലെ ഇറാൻ അനുകൂല സംഘങ്ങളും തങ്ങൾക്കുമേൽ ആസൂത്രിത ആക്രമണങ്ങൾ തുടരുകയാണ്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്കിടയിൽ പുറത്തുനിന്നു വരുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണെന്നും സൗദി വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾക്ക് മുതിർന്നപ്പോൾ അതിന് തടയിട്ടത് സൗദി അറേബ്യയാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏത് ഭീഷണിയെയും നേരിടാൻ സൗദി അറേബ്യ സജ്ജമാണെന്നും സൗദി പറയുന്നു. യമനിലെ ഹദ്രമൗത്ത്, മാരിബ് മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഹൂതികൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 17 യമൻ സൈനികർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതിർത്തി കടന്നുള്ള ആയുധക്കടത്ത് തടയുന്ന സേനാ വിഭാഗത്തിന് നേർക്കാണ് യമനിൽ ആക്രമണം നടന്നത്. സംഭവത്തിൽ അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി വ്യക്തമാക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുമായി ചേർന്ന് ഇറാഖി സായുധ സംഘങ്ങൾ തങ്ങളുടെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് സൗദി ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റ് സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വിവരങ്ങൾ. ഇറാഖി മിലിഷ്യ വിഭാഗങ്ങളുടെ നേർക്കും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്ക് നേരെയും കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് സൗദി അറേബ്യ പറയുന്നു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് എന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. സമീപഭാവിയിൽ അവർ കൂടുതൽ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച 1-ലധികം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൗദി അറേബ്യയുടെ പക്കലുണ്ട് എന്ന് സൗദി വ്യക്തമാക്കി. നേരത്തെ ഏദൻ ഉൾക്കടലിൽ സൗദി അറേബ്യയുടെ എണ്ണ ടാങ്കറിന് നേർക്ക് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി യമനിൽ നിന്നുള്ള ഹൂതികളുടെ മിസൈൽ ആക്രമണവും ഇറാഖി മിലിഷ്യകളുടെ ആക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ് സൗദിക്ക് നേരെ. ഇറാഖികളും ഹൂതികളും ചില IRGC അംഗങ്ങളും ഉൾപ്പെട്ട കൂടിക്കാഴ്ച വിവരങ്ങളും ഡ്രോണുകളെയും മിസൈലുകളുടെ നീക്കവുമൊക്കെ സൗദി അറേബ്യ കണ്ടെത്തിയെന്ന് സൗദി ഉദ്യോഗസ്ഥൻ പറയുന്നു. ആസൂത്രിതമായ ഈ ആക്രമണങ്ങൾ ചർച്ചകളുടെ പുരോഗതി തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും സൗദി സംശയിക്കുന്നു. ഇറാനിൽ തന്നെ ഒരു അധികാര പോരാട്ടം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായാണ് സൗദി അറേബ്യയ്ക്ക് നേരെ ആസൂത്രിത ആക്രമണങ്ങൾ നടക്കുന്നതെന്നും സൗദി കണക്കുകൂട്ടുന്നു. ഇത്രയധികം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും
സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് തങ്ങൾ തുടരുന്നത്. മേഖലയിൽ തന്ത്രപ്രധാനമായ നിർണായക നീക്കം ഇപ്പോൾ സൗദി അറേബ്യ നടത്തുന്നു. പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ പങ്കാളികളാകുന്ന സംയുക്ത പ്രതിരോധ കരാർ ജിദ്ദയിൽ ഒപ്പുവെക്കുമെന്ന സൂചനയാണ് ഇന്ന് പുറത്തു വന്നത്. 1 വർഷത്തോളമായി തുടരുന്ന ത്രിരാഷ്ട്ര ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കരാർ യാഥാർത്ഥ്യമാകുന്നത്. ഇക്കഴിഞ്ഞ വർഷം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒപ്പുവെച്ച ഉഭയകക്ഷി പ്രതിരോധ കരാർ. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ തുർക്കിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള സംയുക്ത നീക്കം. കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ജിദ്ദയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കാളിയാകാൻ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ സൗദിയിലെത്തി. പ്രതിരോധ സഹകരണത്തിന് പുറമെ സുരക്ഷാ സങ്കീർണതകളും നയതന്ത്ര വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാകും. 3 പ്രമുഖ രാഷ്ട്രങ്ങൾ ഒന്നിക്കുന്ന ഈ പ്രതിരോധ കൂട്ടായ്മ മേഖലയിലെ തന്ത്രപരമായ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് സൂചന. ഒരു വശത്ത് ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ, മറുവശത്ത് ഇറാനും ഒമാനും തമ്മിൽ ഒപ്പുവെക്കുന്ന ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച ഉഭയകക്ഷി കരാറിലൂടെ മുഖം രക്ഷിക്കാനാണ് ട്രംപിന്റെ തത്രപ്പാട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള കരാർ എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു. ഇത് സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് മധ്യസ്ഥർ തനിക്ക് ഉറപ്പ് നൽകി എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാനിയൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ഒരു വലിയ ആക്രമണം ട്രംപ് ശനിയാഴ്ചയാണ് പിൻവലിച്ചത്. തുടർന്ന് ചൊവ്വാഴ്ച ഇറാനും ഒമാനും തമ്മിലുള്ള കരാറിൽ ഒപ്പുവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കരാർ നിലവിൽ വരുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. വെള്ളിയാഴ്ചയായിട്ടും ഇതുവരെ കരാറിന്റെ കാര്യത്തിൽ അന്തിമ രൂപം ആയിട്ടില്ല. ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് അമേരിക്കയുമായുള്ള ചർച്ചകളിലെ ഇറാന്റെ മുഖ്യ മധ്യസ്ഥൻ മുഹമ്മദ് ബാഖർ ഖാലിഫാഗ് ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു. വലിയ ആക്രമണം വരുന്നു, കാത്തിരിക്കൂ, സാരമില്ല, അവർ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു, അതാണ് നാടക നയതന്ത്രം. ഭീഷണിപ്പെടുത്തൽ, വാഗ്ദാനങ്ങൾ ലംഘിക്കൽ, വ്യാജ വാർത്തകൾ എന്നിവ ഒരു ലിവറേജായി ഉപയോഗിക്കുന്നത് പരാജയപ്പെട്ട യുദ്ധതന്ത്രമെന്നാണ് ഖാലിഫാഗ് പറയുന്നത്. അമേരിക്കൻ ആയുധശേഖരം വൻതോതിൽ കുറവ് വന്നു എന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണ് എന്ന് ട്രംപ് പറയുന്നു. നമ്മൾ മികച്ച അവസ്ഥയിലാണ് എന്ന് ഓവൽ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇന്നലെ ട്രംപ് അവകാശപ്പെട്ടു. ഒരു കാര്യം വ്യക്തമാണ്, തന്ത്രപരമായ നീക്കങ്ങളാണ് ഇറാൻ ഒരു വശത്ത് നടത്തുന്നത്. മറുവശത്ത് ഇസ്രായേലിനെ ഹോർമുസ് കടലിടുക്കിലേക്ക് അടുപ്പിക്കാൻ ഇറാൻ താൽപ്പര്യപ്പെടുന്നില്ല. അത്തരമൊരു കരാറാണ് ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ഉരുത്തിരിയുന്നത് എങ്കിൽ കൈവിട്ട കളിയിൽ കാര്യങ്ങളെത്തും. ട്രംപും ഇസ്രായേലും ഒരുമിച്ച് ഒരു അവസാനവട്ട യുദ്ധത്തിന് ശ്രമിക്കും. അതുതന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും ശക്തമായ സൂചനകളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.